ഉടനെ പോയി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാമെന്നും പിറ്റേന്ന് രാവിലെയുള്ള ബസ്സിൽ നാട്ടിലേക്ക് പോകാമെന്നും ആ സ്ത്രീ അവനോട് പറഞ്ഞു. ഉടനെ അവർ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി. ഉള്ളിൽ കയറിയപ്പോൾ ഒരു പോലീസ് ഓഫീസർ എന്തോ ജോലിയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. അവർ നടന്ന കാര്യമെല്ലാം ഓഫീസറിനോട് പറഞ്ഞു. എത്രയും പെട്ടെന്ന് ബസ് നമ്പർ 375 ഡ്രൈവറെയും കണ്ടക്ടറിനെയും രക്ഷിക്കണമെന്നും അവർ അഭ്യർത്ഥിച്ചു. പക്ഷെ അവർ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കാൻ പോലീസ് ഓഫീസർ ഒരുക്കമായിരുന്നില്ല. കുറച്ചു കഴിഞ്ഞ് പോയി കേസ് അന്വേഷിക്കാമെന്ന് പറഞ്ഞ് അയാൾ ചെയ്തുകൊണ്ടിരുന്ന ജോലിയിലേക്ക് മുഴുകി. നേരം രാവിലെയായി. അപ്പോഴേക്കും എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു വാർത്ത നാടെങ്ങും പരന്നു. തലേന്ന് രാത്രി അവർ സഞ്ചരിച്ച ബസ് നമ്പർ 375 ഫ്രാഗ്രന്റ് ഹിൽസിൽ ഇതുവരെ എത്തിയിട്ടില്ല. ഈ വാർത്ത ഉടനെ ആ സ്ത്രീയും ആൺകുട്ടിയുമുള്ള പോലീസ് സ്റ്റേഷനിൽ എത്തി. അപ്പോഴേക്കും പോലീസ് ഓഫീസർക്ക് ആ വൃദ്ധ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് മനസ്സിലായി.